ചികിത്സാ സൗകര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സഹായിക്കണം. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം കൊടുക്കണം. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ജോലിക്ക് വരുന്നത്. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്, അപകടകരമായി ജോലിക്ക് വരുന്നത്. അപ്പോൾ അത്രയും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്, വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ആ കുടുംബത്തെ എല്ലാം താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അത് സ്വീകരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമോ എന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു മെക്കാനിസം, ഒരു സംവിധാനം ഉണ്ടാക്കി സുരക്ഷാ പരിശോധനകൾ മുൻകൂട്ടി നടത്താനും കുറെ കൂടി കർശനമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. തൃശൂർ മുണ്ടത്തിക്കോടിൽ കേരളത്തെ നടുക്കിയ ദുരന്തമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്തരം വിഷയങ്ങളെ പറ്റിയെല്ലാം ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേലിൽ ഇനിയും ഇത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ ഒരു കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ വാസ്തവത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ ജോലി ചെയ്യാൻ വരുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അനാഥമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. DNA ടെസ്റ്റ് എത്രയും വേഗത്തിലാക്കണം. സാധാരണഗതിയിൽ DNA ടെസ്റ്റ് താമസമുണ്ടാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേഗതയിൽ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടി കൂടി ഉണ്ടാകണം.